എൻ്റെ പേര് അൽഫോൻസാമ്മ ജോസഫ്. ഞാൻ വരുന്നത് ചുങ്കപ്പാറയിൽ നിന്നാണ്. എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 1 ആയിരുന്നു. ഞാൻ ആദ്യമായി എൻ്റെ ഉടമ്പടിയിൽ വച്ച ഒന്നാമത്തെ നിയോഗം, എനിക്ക് 6 മാസമായിട്ട് ഒരു ജോലിയില്ലാതെ ഞാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇതിനു മുമ്പേ ജോലി ചെയ്തത് ഗുജറാത്തിലാണ്. 18 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു നേഴ്സിംഗ് ഫീൽഡിൽ. പിന്നെ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ഹിന്ദു സഹോദരിയായ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, 2019 ചേച്ചി കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, അവിടെ പോയി ചേച്ചി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി പോയി ഉടമ്പടി എടുക്കുക നമ്മുടെ വീടിന് വേണ്ടി. മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മമ്മിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര നല്ല ഉയർച്ചയുണ്ടായി. മമ്മി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും, ഞങ്ങൾ 4 പെൺമക്കളാണ്, ഞങ്ങൾ 3 പേർക്കും വെളിയിൽ പോകുവാൻ മാതാവ് അവസരം തന്നു. എനിക്കും എൻ്റെ 2 അനിയത്തിമാർക്കും. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്ന കുടുംബമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭവനമുണ്ടായി. ആ ഭവനം പണിയുവാൻ ആദ്യം ഞങ്ങളുടെ കയ്യിൽ കാശില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും മാതാവ് നല്ല ജോലി തന്ന് അനുഗ്രഹിച്ചത് മുഖേന ഞങ്ങൾക്ക് നല്ലൊരു ഭവനമുണ്ടായി. 40 വർഷമായിട്ട് ഞങ്ങളൊരു കുഞ്ഞു ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ആവശ്യത്തിന് താമസിക്കാൻ സൗകര്യമുള്ള ഒരു ഭവനം തന്നു മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമതായി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. മമ്മി എന്നോട് പറഞ്ഞു, ഞാനല്ലേ ഉടമ്പടി എടുത്തിരിക്കുന്നത്, നീ നല്ലതായി പ്രാർത്ഥിക്കാറില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ദൈവം അനുഗ്രഹം തരാത്തത് മാതാവ്, അതുകൊണ്ട് നീ നല്ലതായി പോയി ഉടമ്പടി എടുത്ത് നീ നിൻ്റെ നിയോഗത്തിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാനിവിടെ പൂർണ്ണ മനസ്സോടെ മാതാവിൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 1 ഞാൻ വീട്ടിൽ പോയി. എനിക്ക് ഏപ്രിൽ 3 ഞാൻ ദുബായിക്ക് പോയി. ഞാൻ ഹോം കെയർ ഡ്യൂട്ടിക്ക് വേണ്ടിയായിരുന്നു പോയത്. അവിടെ ചെന്നപ്പോൾ ആ ഡ്യൂട്ടിക്ക് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു, കിട്ടിയില്ല. പക്ഷേ ആ ഏജൻറ്റ് ഒരു മുസ്ലിം ആയിരുന്നു. ആ പുള്ളിക്കാരൻ ഞാൻ കരയുന്നത് കണ്ടപ്പോൾ, നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയത് മാതാവിൻ്റെ പള്ളിയിലേക്കായിരുന്നു. ഞാൻ ആ പള്ളിയിൽ പോയി മനസ്സുരുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ആ പള്ളിയിൽ പോയി ജപമാല ചൊല്ലുമായിരുന്നു, കുർബാന കൂടുമായിരുന്നു. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിടത്തിനെ കൊണ്ടുപോയി. പക്ഷേ അവിടെയും എനിക്ക് ജോലി ശരിയായില്ല. 3 ഞാൻ സ്വയമായിട്ട് ഞാൻ ആ ഏജൻറ്റിനോട് പറഞ്ഞു, ഞാൻ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പൊക്കോളാം. ഞാൻ അങ്ങനെ ഒരിടത്ത് എന്നോട് പറഞ്ഞ ഒരു സ്ഥലത്ത്, എൻ്റെ ഏജൻറ്റ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ ഒരു ബാബ ആയിരുന്നു. എന്നെ ഒരുപാട് ആ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തു. പക്ഷെ 4 മാസമേ എനിക്ക് ആ ഡ്യൂട്ടിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ബാബ മരിച്ചുപോയി. അപ്പോൾ മേഡം എന്നോട് പറഞ്ഞു, നീ ഒരു കുഴപ്പവുമില്ല, എൻ്റെ കൂടെ ഇവിടെ നിന്നോളാൻ. അപ്പോൾ എനിക്കവിടെ ഒരു പണിയുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് സമയം മാതാവ് എനിക്ക് എത്ര നല്ലതായി ഒരുക്കി തന്നു. ഞാൻ പ്രാർത്ഥനയിൽ പൂർണ്ണമായും വിശ്വസിച്ച് എനിക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ഞാൻ ബൈബിൾ വായിച്ചു, 1-2 മണിക്കൂർ ബൈബിൾ പഠിച്ചു. എന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ 5 മണിക്ക് ഞാൻ മേഡത്തിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. മേഡം 5 മണിക്ക് എഴുന്നേക്കും അവരുടെ പ്രാർത്ഥന ചൊല്ലാൻ. ആ സമയത്ത് ഞാൻ താഴെ വരും, ഞാൻ ബൈബിൾ എടുക്കും, ബൈബിൾ തുറന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ മാതാവിൻ്റെയും ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ചു. ഇതിനു മുമ്പ് ഞാൻ ഒട്ടും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. 18 വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ വെറുതെ കുരിശ് വരച്ചിട്ട് കയറി കിടക്കുമായിരുന്നു. കാരണം ജോലി ഭാരം അതുപോലെ ആയിരുന്നു. ഒറ്റ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. ലേബർ റൂമിലായിരുന്നു ഡ്യൂട്ടി. വന്ന് താമസിച്ച് കഴിയുമ്പോൾ ഞാൻ കുരിശ് വരയ്ക്കാതെ വെറുതെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ ആ ദുബായിൽ പോയി എനിക്ക് ബുദ്ധിമുട്ടുകൾ ഈശോയും അമ്മയും വരുത്തിയത് എനിക്ക് ശരിക്കും മനസ്സിലായി. എന്നെ പ്രാർത്ഥനയിലോട്ട് തിരിച്ചു കൊണ്ടുവരുവാനാണെന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ ബൈബിൾ വായിച്ചു. അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഒന്നുപോലും മുടങ്ങാതെ കേൾക്കും. കേട്ടത് റിപ്പീറ്റ് കേൾക്കും. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. എല്ലാ ധ്യാനങ്ങളും ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ഓരോരുത്തരോടും പറയും, നിങ്ങൾ ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് ഫോൺ വിളിച്ച് പറയാൻ തുടങ്ങി. അത്ര ശക്തമായി ഞാൻ ഈശോയോടും മാതാവിനോടും അടുത്തു. രണ്ടാമതായി എൻ്റെ ചേച്ചിക്ക് ഒരു നല്ല ഭവനമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തപ്പോൾ 2ാമത്തെ നിയോഗമായി അത് വെച്ചു. ആ ഭവനം 18 വർഷമായി അവർ ആഗ്രഹിക്കുന്നതായിരുന്നു. അവർക്കില്ലാതിരുന്ന ആ ഭവനം വെറും 6 മാസം കൊണ്ട് മാതാവ് നല്ലൊരു ഭവനം കൊടുത്തവരെ അനുഗ്രഹിച്ച് അവർ അത്യധികം വിശ്വാസത്തിലേക്ക് വന്നു. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും മാതാവ് അവർക്ക് നേടിക്കൊടുത്തു. ആ സാക്ഷ്യം ഇവിടെ വന്ന് എൻ്റെ ചേട്ടൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. 3ാമതമേ എനിക്ക് ഇയർ ബാലൻസ് ഉണ്ടായിരുന്നു. അത് 18 വർഷമായി എന്നെ സ്ഥിരം ഭയങ്കരമായി അലട്ടിയ ഒരു കാര്യമായിരുന്നു. ഒരുപാട് മെഡിസിൻ എടുത്തു, ഒരുപാട് എക്സസൈസ് ചെയ്തു, ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു.
എനിക്കൊരു കുറവുമില്ലായിരുന്നു. എല്ലാം 3-4 മാസം കൂടുമ്പോൾ ഇയർ ബാലൻസ് എന്നെ ശല്യപ്പെടുത്തും. എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. തല കറങ്ങും ഭയങ്കരമായി. ഞാൻ വീണു പോകും നിൽക്കുന്നിടത്ത് നിന്ന്. അതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി തൈലവും ഞാൻ ഉപ്പും കഴിച്ച് സ്ഥിരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട്. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഒരു ബുദ്ധിമുട്ടും ഒരു രോഗങ്ങളും എന്നെ അലട്ടത്തില്ല. ഞാൻ ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു മെഡിസിൻ പോലും ഞാൻ ജീവിതത്തിൽ കഴിക്കാറില്ല. മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഞാൻ കഴിക്കാറില്ല. 4-മതായി ഞാൻ വെച്ചത് എൻ്റെ മകന് 10ൽ നല്ല മാർക്ക് കിട്ടണമെന്നായിരുന്നു. അവന് മാത്സിന് തീർത്തും പുറകോട്ടായിരുന്നു. ടീച്ചർ എപ്പോഴും എന്നോട് കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. ഞാൻ വെളിയിലെ ജോലി ചെയ്യുന്നെങ്കിലും എനിക്ക് ഫോൺ ചെയ്ത് ക്ലാസ് ടീച്ചർ പറയും ഇവൻ മാത്സിന് തോറ്റു പോകും, അപ്പോൾ ഇവൻ 10ൽ തോറ്റു പോകത്തില്ലേ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവേ അവനെ മാർക്ക് കൊടുത്ത് ജയിപ്പിക്കണം, ജയിക്കാനുള്ള മാർക്ക് കണക്കിന് കൊടുക്കണമേ. പക്ഷെ മറ്റുള്ള വിഷയങ്ങൾ ആവറേജ് നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു അവൻ. അങ്ങനെ അവന് മാത്സിന് നല്ല മാർക്ക് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. നല്ല മാർക്ക് 10ൽ അവന് മേടിച്ച് ജയിക്കുവാനും പറ്റി. 6-മതായി ഞാൻ വെച്ചത്, 6-മതായി ഞാൻ സാക്ഷ്യത്തിൽ വെച്ചതല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും സ്വർണം കാണാതെ പോയി 7 പവൻ. അപ്പം അവൾ എന്നോട് പറഞ്ഞെടി നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവല്ലേ, എൻ്റെ മമ്മിയുടെ അടുക്കൽ നിന്ന് 7 പവൻ സ്വർണം കാണാതെ പോയി, അതെൻ്റെ അനിയൻ്റെയാണ്, അത് അനിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്, മമ്മിക്ക് എത്രയും കൊടുക്കാൻ പൈസയില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീയും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ അവൾക്ക് ഉടമ്പടി പ്രാർത്ഥനകൾ എപ്പോഴും അയച്ചു കൊടുക്കും. അവൾക്ക് നല്ല വിശ്വാസവുമാണ്. അവളും ഞാനും കൂടെ ഒരുപോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 7 ദിവസം ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 7-ാം ദിവസം അവളുടെ വീടിൻ്റെ ജനലിൽ കൂടെ ആരോ ആ സ്വർണ്ണം അകത്തിട്ടിട്ട് പോയി. 7 ദിവസം കഴിഞ്ഞ് അവളുടെ സ്വർണം കിട്ടി. അവൾ എന്നോട് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞെടി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടായി, എൻ്റെ ആ സ്വർണം തിരിച്ചു കിട്ടിയെന്ന്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. അവൾക്ക് തന്നെ കാലിന് നീരുണ്ടായി. കൊറോണ വന്നു കഴിഞ്ഞ് അപ്പം ഉടമ്പടി തൈലം കൊടുത്തു വിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ അടുക്കൽ വാ, എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, അത് വെച്ച് നിനക്ക് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാം, തീർച്ചയായും നിൻ്റെ ആ നീര് തീർത്തും മാറിപ്പോകുമെന്ന്. നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു എനിക്കുണ്ട് ചേച്ചി, ഒരുപാട് വിശ്വാസമുണ്ട്. ഞാൻ അവളെ വിളിച്ച് എൻ്റെ അടുക്കൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി അവളുടെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവളുടെ കാലിൻ്റെ നീര് 3 ദിവസം കൊണ്ട് ഒട്ടുമില്ലാതെയായി. അവൾ എന്നോട് പറഞ്ഞെടി എൻ്റെ നീര് ഫുള്ള് പോയി, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എൻ്റെ മമ്മിക്ക് ഞാനിവിടെ പൈസ അയച്ചു കൊടുക്കും, അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത വീടിൻ്റെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചി തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് മെഡിസിൻ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എല്ലാ മാസം ഞാൻ ഇച്ചിരി പൈസ കൊടുത്ത് അവരെ സഹായിക്കും. പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഇവിടുന്ന് മമ്മിയും കൂടെ കുറേശ്ശെ ഈ ലഗേജ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, ഇച്ചിരി മമ്മി കൊടുത്തു വിടും. അത് ഞാൻ ദുബായിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ കാശ് രൂപം കൊടുക്കും, ഉപ്പ് മേടിച്ച് ഇവിടുന്ന് കൊടുത്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയിലെയും കേൾക്കും, അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. അതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുമെല്ലാം, അത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കടപ്പെട്ടിരിക്കും. നിത്യത വരെ അമ്മയുടെയും ഈശോയുടെയും കൂടെ ജീവിക്കുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി.